ബുദ്ധമതം വിശ്വാസികൾക്ക് സമാധാന സമ്പൂർണതയോട് ജീവിക്കുവാൻ 3 വഴികൾ ഉപദേശിക്കുന്നു. അത് 3ഉം ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നാൽ ജീവിതം സമ്പൂർണ്ണ സമാധാനത്തിൽ നിലനിൽക്കും എന്ന് ബുദ്ധൻ ഉപദേശിക്കുന്നു. അതിൽ ആദ്യത്തേത്, they do not react to the negativity, instead they respond to it positivity. സ്വാഭാവികമാണ് മനുഷ്യനിലെ പ്രതികരണങ്ങൾ. എന്നാൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നന്മ ഫലത്തേക്കാൾ ദൂഷ്യമായ ഫലം പുറപ്പെടുവിക്കും. സത്യത്തിൽ ഹൃദയത്തിൽ സമാധാനം കാംക്ഷിക്കുന്നവർ ഒരിക്കലും നിഷേധാത്മകതയോട് പ്രതികരിക്കാറില്ല. പ്രത്യുത അവർ പ്രതികരിക്കുന്നത് പോസിറ്റിവിറ്റിയോടാണ്. ഈ പ്രതികരണം പ്രത്യാശ നൽകുന്നതും ജീവിതത്തിലെ നന്മയാർന്ന സാഹചര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ്. രണ്ടാമത്തത്, ദ ആർട്ട് ഓഫ് സേയിങ് കാം ഈവൻ അണ്ടർ പ്രഷർ. സമാധാനമുള്ളിൽ കാത്തു സംരക്ഷിക്കുന്നവർ പ്രതികൂലതകളുടെ മധ്യേ ശാന്തത നഷ്ടപ്പെടാത്തവരായിരിക്കും. ഈ കൂട്ടർ പ്രതികൂല സാഹചര്യങ്ങളെ സമാധാനപൂർവം അതിലംഘിക്കും. ശക്തമായി അടിച്ച കാറ്റിൽ ഉലഞ്ഞ് അലഞ്ഞ തോണിയിൽ ഭയചിത്തരായ ശിഷ്യന്മാർക്ക് മധ്യേ ശാന്തത കൈവിടാതെ ക്രിസ്തു നിലകൊണ്ടത് എത്രയോ അത്ഭുതമാണ്. അലഞ്ഞുലയുന്ന സാഹചര്യങ്ങളിൽ ധൈര്യം കൈവിടാതെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നവനാണ് സമാധാന പ്രഭു. മൂന്നാമത്തെ ചിന്ത, they only compete with themselves, not with others. മത്സരം നല്ലതാണ്, അത് അനിവാര്യവുമാണ്. എന്നാൽ മത്സരം മറ്റുള്ളവരോടാവരുത്, നമ്മോട് മാത്രമാകണം. അപ്പോഴാണ് തിരുത്തലുകളും നൂതന മാർഗവും നമ്മിൽ വന്നു ചേരുന്നത്. നിഷേധാത്മകമായ സാഹചര്യത്തോട് എതിർക്കുകയല്ല, പ്രത്യുത സമചിത്തപരമായ സാഹചര്യങ്ങളോട് പ്രതികരിക്കുകയാണ് വേണ്ടത്. പ്രതികൂലത മധ്യേ ശാന്തത നഷ്ടപ്പെടാതെ നാം സ്വയം ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ മത്സരം നമ്മോട് മാത്രം നാം ഒതുക്കി നിർത്തും. മത്സരം മറ്റുള്ളവരിലേക്ക് ആകുകയില്ല. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ശുഭദിനം. നന്ദി.